കർത്താവിന് മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. കർത്താവിൻ്റെ സഭയിൽ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ഒരു അസത്യത്തെ, ഒരു വഞ്ചനയെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത്. നമ്മുടെ സുവിശേഷ വേദികളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അട്രാക്ഷനുള്ള, ആളുകൾ കേൾക്കാൻ കൊതിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ മതിപ്പോടെ സ്വീകരിക്കുന്ന സന്ദേശങ്ങളിൽ ഒന്നാണ് അന്ത്യകാല ശാസ്ത്രം അല്ലെങ്കിൽ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ. അതിലേറ്റവും കൂടുതൽ അവർ പഠിപ്പിക്കുന്നത് കർത്താവ് വരുന്നു, സഭയെ ചേർക്കാൻ വരുന്നു എന്നുള്ള ചിത്രമാണ്. അത് നമുക്ക് കോമൺ ആയിട്ട് അറിയാം. അതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ജനത്തെ ഭയപ്പെടുത്താൻ സുവിശേഷത്തിൻ്റെ പേരിൽ, സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നല്ല വർത്തമാനമാണ്. ഈ നല്ല വർത്തമാനം പറയേണ്ട വേദിയിൽ ജനത്തെ ഭീഷണിപ്പെടുത്താൻ, ഭീതിപ്പെടുത്താൻ, ജാതികളെ ഭയപ്പെടുത്താൻ, മറ്റിതര മതസ്ഥരെ ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ലോകം ഒരുവന്റെ കൈകളിലേക്ക്. നിങ്ങളത് കേട്ട് കാണും. ലോകം ഒരുവന്റെ കൈകളിലേക്ക്. പല ആളുകൾ എനിക്ക് ഇതിനെ സംബന്ധിച്ച ഒരു വിശദീകരണം നൽകണമെന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ സംശയം ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സംശയം ചോദിക്കുക മാത്രമല്ല, ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമയം നമുക്ക് പലതിനും ലഭ്യമാകാത്തത് കൊണ്ട് ഞാൻ പലപ്പോഴും ഇത് സ്കിപ്പ് ചെയ്ത് വിടുകയായിരുന്നു. ധാരാളം മെസ്സേജുകൾ മറ്റ് ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനൊരു കാര്യത്തിന് സമയം അത്യാവശ്യമായിട്ട് എടുക്കാതെ എങ്കിലും കുറേ പേരെങ്കിലും, ഇത് ഇപ്പം ഞാനീ പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഈ ബെന്തിക്കോസ്ത് ബ്രദറൻകാർക്ക് ഇത് ജന്മത്തിൽ ഇത് മനസ്സിലാവത്തില്ല. അവരുടെ തലയിൽ ഇത് കയറണമെങ്കിൽ ഇവരുടെ ബ്രെയിൻ മാറ്റിവെച്ച് ബ്രെയിൻ മാറ്റ ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. അതിപ്പം പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഈ തലമുറ ഇതോടങ്ങ് തീരത്തേ ഉള്ളൂ. ഇല്ല മിസ്രീമിൽ നിന്ന് ഇറങ്ങി തിരിച്ച തലമുറയെല്ലാം കനാനിലെത്താതെ മരുഭൂമിയിൽ അവസാനിച്ചതുപോലെ ഈ തലമുറ ഇവിടെ കൊണ്ട് അങ്ങ് തീരത്തേ ഉള്ളൂ. കാരണം ഇവരെ ഇത് മനസ്സിലാക്കിപ്പിക്കാൻ അസാധ്യമാണ്. ഇവര് ഇന്നും ഇത് യേശുക്രിസ്തുവിനേക്കാൾ, യേശു ചെയ്ത ദൈവപ്രവൃത്തിയേക്കാൾ, ദൈവരാജ്യത്തെക്കാൾ വേറെ എന്തോ ഒരു സംഭവം വരുന്നു എന്ന് പറഞ്ഞ് ജനത്തെ ഭീതിപ്പെടുത്തും. ഇതിൻ്റെ എല്ലാം ഒരു ഫിയർ ട്രിഗറിങ് ആറ്റിറ്റ്യൂഡാണ് ഈ ഗോസ്പൽ മീറ്റിങ്ങുകളിൽ വിളമ്പുന്നത്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ആരോഗ്യം, ഒട്ടനെ ഇപ്പം തന്നെ കട്ട് ചെയ്ത് പോകണം. ഇങ്ങനെയുള്ളവർ, ഇത് അസത്യത്തെ വിശ്വസിക്കാൻ, വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന, വഞ്ചിക്കപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ ഈ നിമിഷം തന്നെ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് പോകണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. പക്ഷേ സത്യത്തെ സ്നേഹിക്കുന്ന 10 പേർ മതി എനിക്ക്. 10 പേരുണ്ടെങ്കിൽ ദാറ്റ്സ് മോർ ദാൻ എനഫ്. 1 കോടി ജനം അപ്പുറത്തും 10 പേര് ഇപ്പുറത്തും ഞാൻ ആ 10 പേരുടെ കൂടെ നിൽക്കത്തുള്ളൂ. I am standing for the truth and reality. ഈ വൺ വേൾഡ് ഗവൺമെന്റ് എന്ന സംഭവം ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദ ബൈബിൾ നെവർ, ഒരിടത്ത് പോലും അങ്ങനൊരു പദം ഉപയോഗിക്കുകയോ ആ പദവുമായി ബന്ധപ്പെട്ട അർത്ഥം വരുന്ന ഒരു ഫ്രേസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ആലങ്കാരികമായിട്ട് പോലും ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന കാര്യം ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കും. ഇത് ഭയങ്കരമായിട്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ ഞാൻ പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾക്ക് ഒത്തിരി ബോറായിരിക്കും. സമയമില്ലാത്ത സമയമുണ്ടല്ലോ നമുക്ക്. ആകപ്പാട് 24 മണിക്കൂറേ ഉള്ളൂ ഒരു ദിവസം. അതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇവരിത് പറയാനൊരു കാരണമുണ്ട്. ഒന്നാമത്തെ റീസൺ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച ശേഷം നമുക്ക് ഈ ഏകലോക ഗവൺമെന്റ് എന്ന സംഭവം ഇവരെങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ഈ വാക്കാണ് ഇവര് ഏതോ ഒരു മൃഗത്തിന്റെ കാര്യം, അതായത് കരയിൽ നിന്ന് കയറി വന്ന മൃഗം, ആ മൃഗത്തിന് അല്ല, സമുദ്രത്തിൽ നിന്ന് കയറി വന്ന സമുദ്രത്തിൽ നിന്ന് കയറി വന്ന ഈ മൃഗത്തിന് സകല വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാനും ജയിപ്പാനും അവന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അപ്പൊ ഇതാണ് ഏകലോക ഗവൺമെന്റിന്റെ അവരുടെ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന വാക്യം. അപ്പൊ സകല അതോറിറ്റി ഹാസ് ഗിവൻ ഇറ്റ് ഓവർ എവറി ട്രൈബ് ആൻഡ് പീപ്പിൾ ആൻഡ് ലാംഗ്വേജ് ആൻഡ് നേഷൻ. അപ്പം ഈ ഭാവിയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആളുകൾ ഇതിനെ ആർഗ്യൂ ചെയ്യുന്നിങ്ങനെ അറിയുമോ, ഇതൊരു ഗവൺമെന്റാണ്.
ഇതൊരു ഗവൺമെന്റാണ്. അതായത് മുഴുവൻ ലോകത്തിന്, ഒട്ടനെ ഇത് മുഴു ലോകത്തെ കൂടെ കൊണ്ടുവരും, മുഴു ലോകത്തെ കൊണ്ടുവരും, ഓൾ വേൾഡ് എന്ന നിലയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് മുഴു ലോകത്തെ സകല വിശുദ്ധന്മാരോടുകൂടിയും സകല വംശക്കാരും സകല ഗോത്രക്കാരും സകല ഭാഷക്കാരും അതേ അവർക്ക് അവരുടെ മേൽ എന്ത് ചെയ്യാണ്? അധികാരം ലഭിക്കുന്നു. ഇതാണ് ഈ ലോകം ഒരുവന്റെ കയ്യിലേക്ക് എന്ന് പറയുന്ന നമ്മുടെ സുവിശേഷകന്മാര് ഉദ്ദേശിക്കുന്ന വാക്യങ്ങളിൽ ഒന്ന്. ഞാൻ ആദ്യം ഇവരുടെ ആർഗ്യുമെന്റ്സ് ഒന്ന് പറഞ്ഞ ശേഷം ഞാനതിന് എങ്ങനെയാ വേദപുസ്തകം മനസ്സിലാക്കുന്നതെന്നും കൂടെ പറഞ്ഞു നിർത്തും. രണ്ടാമത്തെ ഇവരുടെ ആർഗ്യുമെന്റ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ തന്നെയാണ്, 3-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ്: അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അപ്പൊ ഇത് മലയാളി എന്ന് പറയുന്ന ഒരു മലയാളി, അത് ചാത്തന്നൂരുകാരനായാലും തോമസ് മാമനായാലും പിന്നെ ജോൺ ബി തോമസ് ആയാലും, ഇവരുടെ പേരിട്ട് ഞാനങ്ങ് ഇല്ലതാക്കട്ടെ, ഇവരെ വലിയ വലിയ ആളുകളാണ്. ഇല്ലേ, യോഹന്നാൻ പറഞ്ഞ പോലെ ഇവരൊക്കെ വലിയ പുള്ളികളാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളൊന്നുമല്ല. വിമർശിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, ഇവരാണ് ഏറ്റവും കൂടുതൽ ഇത് പറയുന്നത്. വളരെ പോപ്പുലർ പീപ്പിളാണ്, വളരെ പ്രസിദ്ധന്മാരായ ദൈവദാസന്മാരാണ്. പക്ഷെ ഇവര് ഈ സർവ്വഭൂമി എന്ന് ഉടനെ വായിച്ച ഉടനെ എന്ത് ചെയ്യത്തുള്ളൂ? സർവ്വഭൂമി എന്ന് എടുക്കും, അത്രേ ഉള്ളൂ. കാരണം ഇവരുടെ ധാരണ ബൈബിൾ എഴുതിയിരിക്കുന്നത് മലയാളിയാണ്, ചന്തുമേനോനാണ്, അല്ലെങ്കിൽ കുമാരനാശാനാണ് ഇത് എഴുതിയത് എന്നുള്ള ധാരണയിലാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഈ വാക്യവും സർവ്വഭൂമിയും അത് കണ്ട് വിസ്മയിച്ചു എന്ന് പറയുമ്പോൾ ഉടനെ നമ്മളിവിടെ കാലിഫോർണിയ മുതൽ അങ്ങ് ന്യൂയോർക്ക് അല്ലെങ്കിൽ ന്യൂസിലാൻഡ് വരെയുള്ള മുഴുവൻ ലോകവും ഇവിടെ ഉൾപ്പെടുത്തും. നമ്മൾ അന്നേരം നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരുന്നത് പ്ലാനറ്റ് എർത്ത്, മുഴു ഭൂമിയും അവനെ കണ്ട് വിസ്മയിക്കും. ഇതാണ് അവരുടെ രണ്ടാമത്തെ ആർഗ്യുമെന്റ്സ്, അല്ലെ രണ്ടാമത്തെ അവരുടെ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഗ്ലോബൽ പൊളിറ്റിക്കൽ ലീഡർ ആണെന്നും അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള അംഗീകാരം ലഭ്യമാകുന്ന നിലയിലേക്ക് ഭരണാധികാരിയായി വരുമെന്നുള്ള ചിത്രമാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ്. മൂന്നാമത്തത് ദാനിയേലിന്റെ പ്രവചനം 7:24 വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 12 മുതൽ 12-13 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്ന 10 രാജാക്കന്മാർ, 10 കൊമ്പ് രാജാക്കന്മാരാവും. അതിനെക്കുറിച്ചുള്ള കഥ ഞാൻ എൻ്റെ കൊച്ചുപ്രായം മുതൽ കേൾക്കാൻ തുടങ്ങിയത്. അത് യൂറോപ്യൻ യൂണിയനാണ്, അതാണ് യുണൈറ്റഡ് കിങ്ഡം ആണ്, എന്താ പറയുക, ഇപ്പൊ എന്തോ യുണൈറ്റഡ് നേഷൻസ് ആണ്. ഇങ്ങനെ ഒരുപാട് കഥകൾ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുക. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറയുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റ് ആളാണ്, ലോകം ഒരുവന്റെ കയ്യിലേക്ക് കൊറോണയ്ക്ക് ശേഷം എന്നൊക്കെ പറയുന്ന ഒരു പുള്ളി പറയുകയാണ്. ദൈവം വേണ്ടേ എത്രയോ പേരങ്ങനെ ഉണ്ടായിരുന്നത് പോലും അതിനകത്ത് യുണൈറ്റഡ് കിങ്ഡത്തെ അങ്ങോട്ടങ്ങ് മാറ്റി, അയാൾ ഇപ്പോൾ ഇവിടുന്ന് മാറാൻ പോകുമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗം കേട്ടു. ഇതെല്ലാം ഈ കേട്ടോണ്ട് ഇപ്പം തിരുവനന്തപുരത്താണെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ, സിറ്റികളിലാണെങ്കിൽ പോട്ടെ, സിറ്റികളിലെ ആൾ പിന്നെ ഇവർ ശ്രദ്ധിക്കാൻ പോകുന്നില്ല, ഗ്രാമങ്ങളിലുള്ളവരാണ് ഇതൊക്കെ കൂടുതൽ കേൾക്കാനായിട്ട് വരുന്നത്, സാധാരണക്കാരായ ആളുകൾ. ഇവർ വിചാരം യൂറോപ്യൻ യൂണിയൻ 10 രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനാന്ന് പറയുമ്പോൾ ഈ തൊഴിലുറപ്പിന് പോയി വന്നിട്ട് ജോലിക്ക് കഷ്ടപ്പെട്ട് വന്നിട്ട് അവിടെ വന്നിരുന്ന് സുവിശേഷം കേൾക്കാൻ വന്നിരിക്കുന്ന ഈ ആൻറ്റി എന്താ വിചാരിക്കും? അല്ലെങ്കിൽ ആ സഹോദരൻ എന്നായിരിക്കും? പല കൂലിപ്പണിക്കൊക്കെ പോയിട്ട് വന്നിട്ട് നിൽക്കുന്ന ഇവർ യൂറോപ്യൻ യൂണിയന്റെ കാര്യം. അപ്പൊ ഇവരെന്താണോ വാരി കൊടുക്കുന്നതോ ഇങ്ങനെ വാ തുറന്ന് വീഴുന്നു, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് ഈ 10 രാജാക്കന്മാരെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ യൂറോപ്യൻ യൂണിയനാ ഭാവിയിൽ സംഭവിക്കേണ്ട എന്തോ കാര്യമാ. ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ കാര്യമാണ് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ് എങ്കിൽ പിന്നെ എന്തിനാ ഈ 1-ാമത്തെ നൂറ്റാണ്ടിൽ വേഗത്തിൽ സംഭവിപ്പാൻ പോയെന്ന് എഴുതി വെച്ചിരിക്കുന്നു? ആലോചിച്ച് നോക്ക്. ഏതൊക്കെയോ നൂറ്റാണ്ട്, ഇപ്പം ഇനി ഒരു 2000 വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരാൾ എനിക്ക് എഴുതി തരുമ്പോൾ പറയാ പെട്ടെന്ന് സംഭവിക്കുന്നു പറഞ്ഞാൽ ഞാൻ അന്നേരം ഒരുങ്ങണ്ടേ? ഇപ്പൊ 1-ാം നൂറ്റാണ്ടിലെ ആളുകൾ അതിനുവേണ്ടി ഒരുങ്ങി. അപ്പം ആ 10 രാജാക്കന്മാരെന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് പ്രസംഗിക്കുന്നവന്റെ ബുദ്ധിസ്ഥിരത പരിശോധിക്കണമെന്നേ ഞാൻ പറയും. അതാണ് മൂന്നാമത്തെ അവരുടെ ആർഗ്യുമെന്റ്. 4 വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തോ മൃഗത്തിന്റെ മുദ്ര ഏൽക്കാത്തവന് വാങ്ങുവാനോ വിൽപ്പാനോ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പൊ അത് ആധാർ കാർഡിൽ വന്നു. പിന്നെ അത് ആദ്യം ഇതായിരുന്നു കേട്ടോ, www എന്ന് പറയുന്നുണ്ടുള്ള വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന നമ്മുടെ ഇന്റർനെറ്റിന്റെ അത് 666 പറഞ്ഞ് അങ്ങനെ കുറെ കാലം പോയി. കമ്പ്യൂട്ടർ മൃഗമാണെന്ന് പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ കാണാൻ ഓരോ കാർഡുകൾ രംഗത്ത് വന്നു.
ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ആ കാർഡ്, ഈ കാർഡ്, പിന്നെ ആധാർ കാർഡൊക്കെ വന്നപ്പോൾ ഉടനെ പറഞ്ഞു ഇത് മൃഗത്തിന്റെ തുടക്കമാണ്, ആന്റി ക്രൈസ്റ്റ് വരുവാൻ, ഏകലോക ഗവൺമെന്റിന്റെ തുടക്കമാണ്, ഏകലോക ഗവൺമെന്റിന്റെ ഭാഷ അത് സംഖ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര്, വാസ്തവത്തിൽ അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അവർ എക്കണോമിക്കൽ കൺട്രോൾ വരാൻ പോകും. അത് ചിപ്പാണ്, അത് കൈയുടെ വലത് കൈയിലോ നെറ്റിമേലോ പിടിപ്പിക്കും. അതില്ലാത്തവർക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റത്തില്ല, റേഷൻ കടയിൽ പോകാൻ പറ്റത്തില്ല, മീൻ കടയിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഗ്ലോബൽ എക്കണോമിക്കൽ കൺട്രോൾ ഉണ്ടാകും, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഗ്ലോബൽ അതോറിറ്റി ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു പഠനം ഇവർ കൊണ്ടുപോകും. അഞ്ചാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഫൈനൽ കിങ്ഡം ഓഫ് ഡാനിയൽ. ദാനിയലിന്റെ പ്രവചനം ദാനിയൽ 2-ലും 7-ാം അധ്യായത്തിലും 4-ാമത്തെ ബീസ്റ്റിനെ കുറിച്ച് പറയുന്നത്, 4-ാമത്തെ മൃഗത്തെ കുറിച്ച് പറയുന്നു. അത് ഫൈനൽ കിങ്ഡം ആണ്. ഇപ്പൊ ഫ്യൂച്ചറിസ്റ്റുകൾ പറയുന്നത് അത് ഇനിയും 4-ാമത്തെ സാമ്രാജ്യം എന്ന് നമുക്കറിയാലോ, അത് റോമൻ സാമ്രാജ്യമാണ്, അല്ല ഗ്രീക്ക് സാമ്രാജ്യമാണ്. സോ അതെന്ത് ചെയ്യാൻ പോവുക? ആ ഗ്രീക്ക് പിന്നെ കഴിഞ്ഞ ശേഷം റോം വരുന്നുണ്ട്. റോമൻ സാമ്രാജ്യമാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ 4-ാം സാമ്രാജ്യം അത് വീണ്ടും റിവൈവ് ചെയ്ത് വരാൻ പോവുകയാണ്. അത് റോമൻ കത്തോലിക്ക സഭയുമായിട്ടൊക്കെ ചേർന്നാണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സോ യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന് മുമ്പ് ഈ 4-ാമത്തെ മൃഗം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പഠിപ്പിക്കും. ഇതിനൊന്നും വേദപുസ്തകത്തിൽ വല്ല ആധാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ലോകം ഒരുവന്റെ കയ്യിലേക്ക്, ഇത് ജനങ്ങൾ കേൾക്കും, പേടിച്ച് പറയും, ദൈവമേ നീ വാങ്ങാനും പറ്റത്തില്ല, വിൽക്കാനും പറ്റത്തില്ല, ജോലിക്കും പോകാൻ പറ്റത്തില്ല, മുദ്രയേറ്റില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി, മുദ്ര ഏറ്റാലോ നരകത്തിൽ പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ളൊരു സംഘർഷമായ ഇതിന്റെ പേരാണ് സുവിശേഷം. ഇതിനേക്കാൾ നല്ലതാ പുത്തമ്പാലൻ രാജേഷിനെയോ മറ്റേ കുറെ പേരുണ്ടല്ലോ ഇവിടെ, ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, അവരെ വിളിച്ചൊരു കത്തിയായിട്ട് നിർത്തിയിട്ട് വിശ്വസിക്കടാ, അല്ല ഇപ്പൊ നിന്നെ കുത്തിക്കൊല്ലൂടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈസി ആയിട്ട് അവർ എന്നേ രക്ഷിക്കപ്പെട്ടെന്നായിരുന്നു. ഇങ്ങനെ കുറേശ്ശെ ഈ സ്ലോ പോയിസൺ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആളുകളെ ഈ വാളെടുത്ത്, അല്ലെ പണ്ട് ഇസ്ലാം അങ്ങനെയായിരുന്നല്ലോ വളർന്നു വന്നത്, വാളും കൊണ്ട് കഴുത്തെ കൊണ്ടുവന്ന് വാള് വെച്ചിട്ട് പറയും നീ ഇത് അവരുടെ വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറയും. അത് ചൊല്ലിയ രക്ഷയോടെ അല്ല കഴുത്തിറക്കും. ഇതിന്റെ വേറൊരു വകഭേദമാണ് ഇന്ന് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇസ്ലാമിയർ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷന്മാർ ചെയ്യുന്നത്. പക്ഷെ ഒരു വാളിന് പകരം വചനം എടുക്കുന്നതേ ഉള്ളൂ. വാളിന് പകരം നാവെന്ന വാളുകൊണ്ട് അവര് ആളുകളെ ഭീഷണിപ്പെടുത്തും. ദിസ് ഇസ് നോട്ട് ഗോസ്പൽ. ഇതല്ല സുവിശേഷം. ഇതും യേശുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച സുവിശേഷം ഇതല്ല. നിങ്ങൾ ഇന്ന് വേദികളിൽ കേൾക്കുന്ന 100, 1000, 900 സുവിശേഷ യോഗം നടക്കുന്നുണ്ടല്ലോ. ഈ 900 സുവിശേഷ യോഗങ്ങളിൽ ചുരുക്കം ചിലതല്ലാതെ ബാക്കി മുഴുവൻ ഫാബ്രിക്കേറ്റഡ് ആണ്. ഇറ്റ്സ് നോട്ട് ഗോസ്പൽ. സുവിശേഷം അല്ല. പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് വായി വരുന്നത് തോന്നിയ പോലെ വിളിച്ചു പറഞ്ഞ് ജനത്തെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി യേശുവും അപ്പോസ്തലന്മാരും പറഞ്ഞതും ക്രിസ്തു സ്ഥാപിച്ചതുമായ സുവിശേഷവുമായി യാതൊരു ബന്ധവും ഇതിനില്ല എന്ന കാര്യം ഞാൻ വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. പ്ലീസ്, കുറ്റപ്പെടുത്തുകയല്ല. ഇന്ന് ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ചില ഞാൻ കേൾക്കാറില്ല. എനിക്ക് കേൾക്കാനുള്ള അത്ര ഒരു ക്ഷമ എനിക്കില്ല. ഹൊറിബിളാണ്. അപ്പൊ ഇങ്ങനെ ഒരു 5 ആർഗ്യുമെന്റ്സ് ആണ് ഇവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നത്. അവസാനത്തെ കിങ്ഡം എഴുന്നേറ്റ് വരുന്നുണ്ട്. വാങ്ങാനും വിൽക്കാനും പറ്റാത്ത നിലയിൽ ഗ്ലോബൽ എക്കണോമിക്കൽ കൺട്രോൾ വരുന്നുണ്ട്. 10 രാജാക്കന്മാർ എഴുന്നേറ്റ് വരുന്നത് അത് യൂറോപ്യൻ യൂണിയനാണ്. അതുപോലെ തന്നെ ബീസ്റ്റ്, മുറിവേറ്റ ബീസ്റ്റിനെ കണ്ട് സർവ്വഭൂമി വിസ്മയിക്കും എന്ന് പറയുന്നു. അവസാനം ആദ്യമായിട്ട് പറഞ്ഞ പോലെ സകല വംശവും ഭാഷക്കാരും എല്ലാം കൂടെ അവരെ കൺട്രോൾ ചെയ്യാൻ അധികാരം ലഭിച്ചു എന്നുള്ള വാക്യം. ഇതാണ് ഈ 13-ാം അധ്യായത്തിൽ നിന്നാണ് കൂടുതലും, 13 വെളിപ്പാട് പുസ്തകത്തിലെ 17-ാം അധ്യായങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് ഈ ഒരു ആർഗ്യുമെന്റ്സ് കടന്നു വരുന്നത്. ഇനി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വെളിപ്പാട് പുസ്തകം ആർക്കാണ് എഴുതിയത്? ഇവര് പറയുമ്പോൾ ഉടനെ പറയും വെളിപ്പാട് പുസ്തകം AD 95 എഴുതി. ഈ ആര് പറഞ്ഞു AD 95 വെളിപ്പാട് പുസ്തകം എഴുതിയത്? AD 95 ദേവാലയത്തിലെ നാശത്തിന് ശേഷം, യെരുശലേമിന്റെ നാശത്തിന് ശേഷം, ന്യായപ്രമാണത്തിന്റെ അസ്തമയത്തിന് ശേഷം, സകലവിധമായ പ്രീസ്റ്റ്ഹുഡ് ആ സിസ്റ്റം മുഴുവൻ തകർന്ന ശേഷമാണ് വെളിപ്പാട് പുസ്തകം എഴുതിയതിന്റെ തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ ഉടനെ പറയും അത് ഐറേനിയസ് അങ്ങനെ പറഞ്ഞു,
എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഐറേനിയസ് എന്നാ പറഞ്ഞോ, അത്തനേഷ്യസ് എന്നാ പറഞ്ഞോ, പോളികാർപ്പ് എന്നോ പറഞ്ഞോ, ക്ലെമന്റ് എന്നാ പറഞ്ഞോ, ഓറിഗൺ എന്നാ പറഞ്ഞോ, നല്ല വിഷയം. വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് ഇറ്റ്. ഇത് AD 70 മുൻപാണ് എഴുതിയതിന്റെ തെളിവെന്താണ് എന്നോട് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം തന്നെ അതിന്റെ തെളിവാണ്. കാരണം 7 സഭകൾ അവിടെ നിലനിൽപ്പുണ്ട്. അല്ലാതെ നമ്മുടെ ബ്രദറിന് അച്ചാച്ചന്മാർ കുത്തിയിരുന്ന് ജനത്തെ കളിപ്പിക്കാൻ വേണ്ടി 7 കാലഘട്ടമാണ് 7 സഭ എന്ന് പഠിപ്പിക്കുന്ന സാധനമൊന്നും അല്ലത്. എഫസോസ് എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ സഭ, സ്മിർന എന്ന് പറഞ്ഞാൽ 2-ാം നൂറ്റാണ്ടിലെ സഭ, ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ ബ്രദറൻ സഭ, ലബോദിക്ക എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ് സഭ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നുമല്ല ദൈവത്തിന്റെ. അതിനുവേണ്ടിയല്ല, യോഹന്നാൻ അങ്ങനെ ഉദ്ദേശിച്ചു പോലും ഇല്ല. പിൽക്കാലത്ത് ഇങ്ങനെയുള്ള കൂട്ടം ഉണ്ടായി വരുന്ന ആ രീതിയിലാണ് സംശയം. നോ, എഫസോസ് മുതൽ ലബോദിക്ക വരെയുള്ള 7 സഭകൾ ഹിസ്റ്റോറിക്കൽ സഭകളാണ്. അപ്പം അന്ന് നിലവിലുണ്ടായിരുന്ന സഭയുടെ ദൂതൻ എഴുതാനാ പറഞ്ഞത്, അവിടുത്തെ പാസ്റ്റർക്ക് എഴുതാനാ പറഞ്ഞത്. ആ പാസ്റ്റർക്ക്, ആ സഭയ്ക്ക് ആ ലേഖനം അല്ലെങ്കിൽ ആ വെളിപ്പാട് പുസ്തകം ഉതകുന്നില്ലെങ്കിൽ, അവർക്കത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ, അതിന്റെ ഓഡിയൻസിന് ആ ഓഡിയൻസ് റെലവൻസി അതിനില്ലെങ്കിൽ പിന്നെ എന്തോ ഒരു എഴുത്താടോ ഇത്. ചുമ്മാ അങ്ങ് എവിടെ കൊണ്ട് കുറെ എഴുതി അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് ആരെങ്കിലും എടുത്ത് വായിച്ചോ എന്ന് പറയുന്ന പുസ്തകമാണ് വേദപുസ്തകം. ഓഡിയൻസ് റെലവൻസ്, വെളിപ്പാട് പുസ്തകം 1:1, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളതിന്റെ ദാസന്മാരെ അറിയിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ വേഗത്തിൽ സംഭവിക്കേണ്ട വാക്കിന്റെ അർത്ഥം മലയാളിയുടെ തലേ കയറണമെങ്കിൽ 100 വർഷം എടുക്കും. ഞാൻ ചില വലിയ BTHും MDയും MDHും ഒക്കെ എടുത്ത പുള്ളിയോട് ഞാൻ ചോദിക്കാറുണ്ട്, വേഗത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിൻ്റെ സിസ്റ്റമാറ്റിക്കൽ തിയോളജി ആൻഡ് അതിൻ്റെതായ ഫിലോസഫിക്കൽ നിർത്ത്. വേഗത്തിൽ എന്ന വാക്കിന് നീ ഇങ്ങനെ കിടന്ന് കുഴയേണ്ട. ഈ ചില ആളോട് ചോദിച്ചാൽ ഈ സുരേഷ് ഗോപി മറുപടി പറയുന്ന പോലെ, ആ ചേട്ടാ ഇന്ന് ഞങ്ങൾക്ക് ആ കാര്യത്തിനകത്തൊരു മറുപടി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉടനെ പറയും, അത് അതിൻ്റെ സാങ്കേതികമായ വിദ്യകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ കാറ്റില്ലാതെ ഓടുന്ന ചില ബലൂണുകളെ പോലെ തകർന്ന് നടക്കുന്ന ആനയാണ്. എൻ്റെ പൊന്നെ, നടക്കുമെന്നങ്ങ് പറഞ്ഞാൽ മതി. ഇതുപോലെ തന്നെയാണ് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നത്. വേഗത്തിൽ സംഭവിക്കുന്ന പറയുന്നത് വേഗത്തിൽ സംഭവിക്കാൻ പോവാന്ന്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല മുന്നറിയിപ്പുകൾ വരാറുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ ഉദാഹരണം പറയാം. എത്രയും വേഗത്തിൽ ഇടിമിന്നലോടുകൂടെ മഴയ്ക്ക് സാധ്യതയുണ്ട്, ജനങ്ങൾ ജാഗരൂകരാകുക എന്ന് പറഞ്ഞാൽ ഉടനെ 2000 വർഷത്തിന് ശേഷം എന്നാണ് എൻ്റെ അർത്ഥം. ആണോ? എത്രയും വേഗം ഡാം തുറന്നുവിടും, അതുകൊണ്ട് നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തുക എന്ന് പറഞ്ഞാൽ ഉടനെ പറയാ വേഗത്തിൽ ഡാം തുറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിലോസഫിക്കൽ സിസ്റ്റമാറ്റിക് അനലൈസിസ് അനുസരിച്ച് അത് 2000 വർഷം അങ്ങനെ പറയുമോ? അങ്ങനെയുള്ളവനെ ഊളംപാറ കൊണ്ടുവിടണം. വേഗത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞത് ഓഡിയൻസ് റെലവൻസ് ഉണ്ട്. ആർക്കെഴുതി? നിങ്ങൾക്കറിയുമോ, പിശാച് എന്നൊരു സാധനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് പള്ളിക്കകത്ത് മാത്രമേ ഉള്ളതാണ്. ലോകത്തൊരു പിശാച് ഉണ്ടെങ്കിൽ അത് പള്ളിയിൽ മാത്രമേ ഉള്ളൂ. അത് മനുഷ്യരാണ്. അത് ജനത്തെ കള്ളം പഠിപ്പിക്കുന്ന പ്രവാചകന്മാരും ഉപദേശിമാരും. അവരാണ് സാത്താനും പിശാചും. ദൈവത്തിന് വിരുദ്ധമായി, വചനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നവരാണ്. അവരോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കുക, നിങ്ങളുടെ പാസ്റ്ററോട് പോയി ചോദിച്ചു നോക്കുക, എന്നോട് ചോദിക്കണ്ട. ഈ വേഗത്തിൽ സംഭവിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്താ? അവരെ പറയാം അത് വേഗത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുമ്പോൾ അത് വേഗത്തിലായിരിക്കും. ഞാൻ ഒരിക്കലും ഒരു വലിയ ബൈബിൾ കോളേജിൽ അധ്യാപകനോട് ഞാൻ ചോദിച്ചു, സർ വാട്ട് ഇസ് ദ മീനിങ് കമ്മിങ് സൂൺ? വളരെ വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്, ഇതാ വേഗം വരുന്നു. ഈ വാക്കിനകത്ത് അതിനർത്ഥം അദ്ദേഹം പറഞ്ഞറിയോ, വരുമ്പോൾ അത് വേഗത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ യേശു എഴയുന്ന പോലൊന്നും വരത്തില്ല, വരുമ്പോൾ ക്വിക്കായിട്ടേ വരത്തുള്ളൂ. പക്ഷെ അത് വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. കൊള്ളാമല്ലേ? ഈ ആളുകളാണ് ഈ ദൈവദാസന്മാരെ, സഹോദരന്മാരെ ബൈബിൾ പഠിപ്പിച്ച് പുറത്തിറക്കി വിട്ടേക്കുന്നത്. അപ്പം ഈ മുഴുവട്ടൻ പഠിപ്പിച്ചവന്മാർ മൊത്തം അരവട്ടന്മാരായി, പിന്നെ അവസാനം അവൻ മുഴുവട്ടൻ അതിനേക്കാളും വലിയ വട്ടന്മാരായി മാറുക. വേഗത്തിൽ സംഭവിക്കുന്ന വാക്കിന്റെ അർത്ഥം പെട്ടെന്ന് നടക്കാൻ പോകുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നത്. വെളിപ്പാട് ദിവസം 1:3 എന്ന് പറഞ്ഞാൽ ടൈം ഈസ് അറ്റ് ഹാൻഡ്, സമയം അടുത്തിരിക്കുന്നു. ഇപ്പൊ ട്രെയിൻ ടൈം ഇപ്പൊ 11:50 ട്രെയിൻ എങ്കിൽ 11:45 പറയും ട്രെയിൻ വരാൻ സമയം അടുത്തിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് സമയങ്ങളുണ്ടല്ലോ, ഇനിയും കറങ്ങാൻ സൂചി ഉണ്ടല്ലോ.
പല പ്രാവശ്യം പല 12 മണികളുണ്ടല്ലോ, പല 11:50 ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുവോ? ഏതോ ഒരു സംഭവത്തിന് തൊട്ട് മുമ്പ് കൊടുക്കുന്ന മുന്നറിയിപ്പായത്. സോ അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്, വെളിപ്പാട് പുസ്തകത്തിനകത്ത് എല്ലാ എഴുത്തുകളും അന്നത്തെ ഒന്നാമത്തെ തലമുറയ്ക്ക് റെലവൻസാ. ആ ഓഡിയൻസിന് പ്രയോജനമില്ലാത്തതൊന്നും വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ജനറേഷൻ, യോഹന്നാൻ ആർക്കെഴുതിയോ ആ തലമുറയ്ക്ക് അത് ബാധകമായിരുന്നു. 2, സർവഭൂമിയും അവനെ കാണും എന്ന് പറയുന്ന ഒരു ഭാഗം. സർവഭൂമി അവനെ കണ്ട് വിസ്മയിക്കും എന്ന വാക്ക്. അപ്പൊ ഈ സർവഭൂമി എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഒയ്ക്കനോമേ എന്നാണ്. ഒയ്ക്കനോമേ. ഈ ഒയ്ക്കനോമേ എന്ന വാക്ക് എന്നത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം നോക്കി. എ ഡിക്രി ഫ്രം സീസർ അഗസ്റ്റസ് that all the world should be taxed. സർവലോകവും പേർവഴി ചാർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്റ്റസ് സീസറിന്റെ പക്കൽ നിന്ന് എന്തുണ്ടായി? ഒരു കൽപ്പനയുണ്ടായി. അപ്പൊ സർവഭൂമിയും പേർവഴി ചാർത്തണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന അന്നത്തെ കാലത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധന്മാരും ജൈനമതക്കാരും പിന്നെ ഇവിടുത്തെ ദ്രാവിഡരും ഇവിടെ ഉള്ളവരെല്ലാം കൂടെ പോയോ പേർവഴി ചാർത്താൻ? ചൈനയിലുള്ള മംഗോളിയൻസ് എല്ലാം പോയോ? ആഫ്രിക്കയിലുണ്ടായിരുന്ന ഈ നീഗ്രോ സംസ്കാരത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ആളുകൾ പോയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സർവ്വലോകവും ഞാൻ അത് വായിച്ചു തരാം. ഇനിയിപ്പോ ഞാൻ തന്നെ എടുത്ത് പറഞ്ഞെന്ന് പറയണ്ട. ലൂക്കോസിന്റെ സുവിശേഷം നോക്കി. ഇതിപ്പോ നിങ്ങളിതൊന്നും വിശ്വസിക്കില്ല, കാരണം ഇത് ചെവി പൊട്ട വെച്ച് അന്തന്മാരെ പോലെ ജീവിക്കാനും നിങ്ങൾക്ക് അറിയില്ല. കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വലിയ ബൈബിൾ കോളേജിലെ ഒരു പ്രൊഫസറാണ്, പുള്ളിക്കാരൻ്റെ തന്നെ സ്വന്തം ബൈബിൾ കോളേജുണ്ട്. അദ്ദേഹം തൻ്റെ അനിയാനോട് പറഞ്ഞു, ജോൺ ലോറൻസിന്റെ പ്രസംഗം കേൾക്കണ്ട കേട്ടോ, ദുരുപദേശം. കാരണം അദ്ദേഹത്തിന് ഞാൻ 1-2 മറുപടി കൊടുത്തപ്പോൾ അത് ശിഷ്യന്മാർ തിരിച്ചങ്ങോട്ട് ചോദിച്ചു. അതുകൊണ്ട് പറഞ്ഞു, ജോൺ ലോറൻസിന്റെ പ്രസംഗം കേൾക്കണ്ട, നമ്മളെ നെഗ്ലക്ട് ചെയ്താൽ മതി, നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്ന് നമ്മൾ വിചാരിച്ച് വെച്ചാൽ മതി, ഇതങ്ങ് തന്നെ ഇല്ലാതായി പൊക്കോളും. മോനെ, ജോൺ ലോറൻസ് ജീവനുള്ള കാലത്തോളം എൻ്റെ കൊക്കിൽ ശ്വാസമുള്ള കാലത്തോളം ഈ സത്യം സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഞാനൊരു പക്ഷെ ഒരു ദരിദ്രനായിട്ടും അല്ലെങ്കിൽ ഒരു ഒരു ദുരുപദേശകൻ എന്ന പേരിലായിരിക്കും ഈ ഭൂമി വിട്ടു പോകുന്നത്. എന്നാലും എനിക്ക് വിഷയമല്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ സർവ്വലോകവും ഇതിനെ നെഗ്ലക്ട് ചെയ്താൽ ഞാൻ മാത്രമല്ല, എന്നെ പോലെ 1000-10,000 ഇത് സംസാരിക്കാൻ ഫ്രണ്ടിൽ വരും. നിങ്ങൾ നെഗ്ലക്ട് ചെയ്യേണ്ട സിമ്പിൾ കാര്യമായത്. നോക്കിയേ, 2-ാം വാക്യം. അക്കാലത്ത് ലോകമൊക്കെയും, ഈ സർവ്വഭൂമി എന്ന വാക്ക് തന്നെ കേട്ടോ, ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് അഗസ്റ്റസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്ന വായിക്കൊള്ളത് ഔഗുസ്തോസ്. ഇവിടെ സർവ്വഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണോ, ബംഗ്ലാദേശാണോ, ചൈനയാണോ, റഷ്യയെക്കുറിച്ചാണോ, ഓസ്ട്രേലിയയെക്കുറിച്ചാണോ, ആമസോൺ കാട്ടിലെ ആദിവാസികളെ കുറിച്ചാണോ? ഒയ്ക്കനോമ എന്ന വേർഡിന്റെ അർത്ഥം ഇസ് റോമൻ വേൾഡ്. നിന്റെ MDHന്റെ ആ സർട്ടിഫിക്കറ്റിന്റെ പുറകെ എഴുതി വെക്കണം മന്ദബുദ്ധി. സർവ്വലോകം എന്ന വാക്കിന്റെ അർത്ഥം റോമൻ വേൾഡ് എന്നാണ് ബൈബിൾ. ഇത്രേ ഉള്ളൂ. ബൈബിളിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കുക, അല്ലാതെ ഭൂമിയുടെ പ്ലാനറ്റ് അർത്ഥം എന്നല്ല, എൻറ്റയർ ഗ്ലോബൊന്നുമല്ല. ചൈന, ഇന്ത്യ, ആഫ്രിക്ക, അമേരിക്കയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ സർവ്വഭൂമിയും പേർവഴി ചാർത്തണം എന്ന് പറഞ്ഞപ്പോ അമേരിക്കയിലെ സായിപ്പന്മാരെല്ലാം കൂടെ പുസ്തകവും അവരുടെ ഫയലും എടുത്തുകൊണ്ട് വന്നു. അങ്ങനെയാണോ? റോമൻ വേൾഡ്. അപ്പൊ ഓൾ വേൾഡ് എന്നതിനെ കുറിച്ചുള്ള അതിനെ ഞങ്ങൾ സിംപ്ലി റെഫ്യൂട്ട് ചെയ്യും. 3-ാമത്തത് ഈ രാജാക്കന്മാർ. simply talking about Roman Caesar. അതായത് ഒരിക്കലും അത് യൂറോപ്യൻ യൂണിയനും അല്ല, യുണൈറ്റഡ് കിങ്ഡം അല്ല, അത് അന്ന് നിലവിലുണ്ടായിരുന്ന റോമൻ എംപയറുമായി ബന്ധപ്പെട്ടത്. ബീസ്റ്റ് ആരാണ്? അവിടുത്തെ മൃഗമാരാണ്? വാങ്ങാനോ വിൽക്കാനോ സമ്മതിക്കാത്ത ബീസ്റ്റ് ആരാണ്? 100% ബീസ്റ്റ് എന്ന് പറഞ്ഞ റോമൻ ഇമ്പീരിയൽ സിസ്റ്റമാണ്, പെർട്ടിക്കുലർലി അണ്ടർ നീറോ.
നീറോയുടെ കീഴിലുള്ള റോമൻ ഇമ്പീരിയൽ സിസ്റ്റത്തെയാണ് അവിടെ ബീസ്റ്റ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഏതോ എന്തുവാ പൂക്കാന്തി അല്ല. വാങ്ങാനോ വിൽക്കാനോ പറ്റത്തില്ല. വാങ്ങാൻ വിൽക്കണ്ടോ? ചക്ക മാങ്ങയൊക്കെ ജീവിക്കടേ, എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ ഈ ലോകത്തെ എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ പോയല്ലോ വാങ്ങിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട് ഗ്രാമപ്രദേശമാണ്. ഇവിടെ എല്ലാവരും സാധാരണ കൊച്ചു കടകളിലാണ് പോയി വാങ്ങിക്കുന്നത്. അല്ല വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ കാർഡും കൊടുത്ത് കൈയും കാണിച്ചിട്ടൊന്നുമില്ല. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും ഇപ്പോൾ അവിടെ ഇതില്ല, ക്യാഷ്ലെസ്. ഞാൻ ഒരു സ്ഥലത്ത് വന്നപ്പോൾ കാണാം, അവിടെ ക്യാഷ്ലെസ് ആണ്. അവിടെ ക്യാഷ്ലെസ് അല്ലല്ലോ, അവിടെ ക്യാഷ് കൗണ്ടർ ഇല്ല. നമ്മൾ സാധനം വാങ്ങിക്കുന്നു, അതിന് എന്തോ തത്തിൽ ആ കാർഡ് ഓട്ടോമാറ്റിക് പേയ്മെന്റ് നടത്തി ഇങ്ങനെ പുറത്തിറങ്ങി പോകും. കാരണം നമ്മൾ എടുത്ത സാധനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ രൂപരേഖ അവർക്ക് കമ്പ്യൂട്ടറിലൂടെ ലഭ്യമായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്ത്യകാലത്തിൽ ലക്ഷ്യമാണ്, ഏകലോക ഗവൺമെന്റ് ലക്ഷ്യമാണെന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളെ വിഡിയാക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കും. അപ്പൊ ഇങ്ങനെ വാങ്ങാനോ വിൽക്കാനോ കരുതി എല്ലാം റോമൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരിക്കലും ഫ്യൂച്ചറിൽ സംഭവിക്കുന്നതല്ല. സോ ലോകം ഒരുവന്റെ കയ്യിലേക്ക് എന്ന് പറയുന്ന ആ സംഭവം 100% തെറ്റാണ്. ഞാൻ എബ്രായിക്ക് ഒബ്സർവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾ നേഷൻസ്, സകല ജാതികളും, ഓൾ ദ എർത്ത് എന്നൊക്കെ പറയുന്നത് യഹൂദനെ സംബന്ധിച്ചോളം ദെയർ കവനന്റ് വേൾഡ്. കവനന്റ് വേൾഡ് അവരുടെ ഉടമ്പടിയുടെ ആ ബൗണ്ടറിയാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, ലോകം ഒരിക്കലും ഒരുവന്റെ കയ്യിലേക്ക് പോകില്ല. പിന്നെ നിങ്ങളുടെ ലോകം, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം എന്ന ലോകം, ഈ കള്ളത്തരം പറഞ്ഞ് വഞ്ചിക്കുന്ന, നിങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ ഉപദേശിയുടെ കയ്യിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെയൊക്കെ ലോകം ഇപ്പോൾ ഇതുപോലെ ഈ ഫ്യൂച്ചറിസം പറയുന്നവരുടെ കയ്യിലാണ്. അവര് അങ്ങോട്ട് ചാടാ രാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാ രാമ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചാടും. നിങ്ങളുടെ ലോകം ഇപ്പോൾ അവരുടെ കയ്യിലാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലോകം ഒരുവന്റെ കയ്യിൽ വന്നിരിക്കുന്നു. അത് ഈ ഭാവി അന്ത്യകാലം പറയുന്നവരുടെ കയ്യിലാണ് എന്ന ഒരു കാര്യം മുന്നറിയിപ്പായി തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയായത്. വലിയ വിശദീകരണം, ആഴമായ സിസ്റ്റമാറ്റിക് അനലൈസിസ് ഒന്നുമില്ല. സിമ്പിളായിട്ട് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ കേൾവിക്കാർ വളരെ സിമ്പിൾ ആളുകളാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ദയവായിട്ട് ഇതുപോലുള്ള പ്രസംഗം കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന് 100 ചിരിച്ച് സ്തോത്രം പറഞ്ഞു പോകും. എന്നിട്ട് ഒറ്റ കാര്യം കൂടെ പറയാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകം ഒരുവന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു. ആ ആളിന്റെ പേര് നസ്രായനായ യേശു, സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. അവന്റെ കയ്യിലേക്ക് ഈ ലോകം വന്നു എന്ന് ഇന്ന് വരെ വിശ്വസിക്കാത്ത ഈ സഹോദരന്മാർ ലോകം വേറെ ഏതോ ഒരു പൂക്കാന്തിയുടെ കയ്യിൽ പോകുമെന്ന് വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകത്തില്ല. ഇല്ല 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 ഇല്ല. ഇവിടെ 900 മന്ത്രിമാരും രാജാക്കന്മാരും പ്രസിഡന്റുമാരും ഭരിച്ചിട്ട് നന്നാകാത്ത ലോകത്തെ ഒരുത്തം ഭരിക്കാൻ വരുമെന്ന്. അവനാരാ? സൂപ്പർമാനോ? 2000 വർഷമായിട്ട് യേശു ക്രിസ്തു ഭൂമി ഭരിക്കുന്നു. 2000 വർഷമായി ആത്മമണ്ഡലത്തിൽ. എന്നിട്ട് ഭൂമിയെ മുഴുവൻ ഇതുവരെ കീഴ്പ്പെടുത്താൻ ക്രൈസ്റ്റിന് പറ്റിയില്ലേ? ക്രൈസ്റ്റിനൊക്കെ വലിയൊരാൾ വരുന്നു. ക്രൈസ്റ്റിന് പറ്റാത്തതല്ല, ക്രിസ്തുവിന്റെ ഭരണം മറ്റൊരു നിലയിലായതുകൊണ്ട്. അതുകൊണ്ട് ലോകം ഒരുവന്റെ കയ്യിലേക്ക് എന്ന് ചിന്തിച്ചിരിക്കാതെ സമാധാനത്തോടെ ജീവിപ്പാൻ കർത്താവ് ഇവരെ സഹായിക്കട്ടെ. താങ്ക് യു. ഈ സന്ദേശം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ ഇതൊക്കെ ഇതുപോലുള്ളത് കേട്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഒന്നാമത്തെ അതിൻ്റെ ഒരു കാരണം പറയും, ഇത് അവർ കേൾക്കത്തില്ല. ആദ്യം നോക്കും ജോൺ ലോറൻസ് ആണെങ്കിൽ പിന്നെ അത് കേൾക്കണ്ടെന്ന് പറയും. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തുറന്നാൽ തന്നെ 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ അവർ ക്ലോസ് ചെയ്യും. കാരണം ഇതൊന്നും കേൾക്കാനുള്ള സഹനശക്തി ഇവരുടെ കാതിലില്ല. കാരണം ഇവരെല്ലാം ബ്രെയിൻ വാഷ്ഡ് ആണ്. ഇവര് സത്യത്തിന് മുമ്പിൽ അന്ധരാണ്. ഇവരുടെ ഹൃദയം തടിച്ചിരിക്കുകയാണ്. ദൈവിക പ്രകാശമുള്ള, തമ്പുരാനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവരാജ്യത്തെ സംബന്ധിച്ച ബോധ്യമുള്ള, തങ്ങളുടെ കർത്താവ് ആരാണെന്ന ബോധമുള്ളവർക്ക് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ പറയാനോ വിശ്വസിക്കാനോ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ ആന്റി ക്രൈസ്റ്റിനെ വിശ്വസിക്കും. ആന്റി ക്രൈസ്റ്റ് ഇന്നും ഉണ്ടെന്ന്. ദൈവസഭയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ആന്റി ക്രൈസ്റ്റ്. അത് പുതിയൊരാളൊന്നുമല്ല, പുതിയൊരാളല്ല. അതുകൊണ്ട്
ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് നിലവിലുള്ള പല സിസ്റ്റവും സംവിധാനങ്ങൾ പഠിപ്പിക്കുന്ന പലതിനെയും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കതിന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ബാധ്യതയല്ല. എനിക്ക് കർത്താവിനെ വിശ്വസിച്ചാൽ മതി, ദൈവത്തിന്റെ വചനം വിശ്വസിച്ചാൽ മതി. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. മറ്റുള്ളവർക്ക് ഇത് കൈമാറുക ധൈര്യമായിട്ട്. ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും, ഈ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ടവർ, ഇത് മറ്റുള്ളവർക്ക് കൈമാറുക, ധൈര്യമായിട്ട് കൈമാറുക. ചുമ്മാ എറിഞ്ഞു കൊടുക്കുക. എവിടെയെങ്കിലും വിത്ത് വിതയ്ക്കും, വിതച്ച വിത്ത് എന്തെങ്കിലും കിളിർത്തു വരും. എത്രയോ പേര് അങ്ങനെ വന്നിട്ടുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യം നിങ്ങളെ കേൾക്കുന്നേ ഇഷ്ടമല്ലായിരുന്നു, പിന്നെ കുറച്ച് അടുത്തടുത്ത് വന്നു, പിന്നെ ഇപ്പം വേണ്ട കേൾക്കാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചുമ്മാ ഇടുക. ആദ്യം അവർ വിരോധിക്കട്ടെ, ആദ്യം അവരെ നമ്മളെ പേപ്പട്ടിയാക്കട്ടെ, തല്ലിക്കൊല്ലുന്നതിന് നമുക്ക് ഓടി രക്ഷപ്പെടാം. എന്തായാലും കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.